ഷാജി സാറിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ഒക്കെ നമുക്ക് എപ്പോഴും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഏറെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇങ്ങനെ ഒരു വളരെ എന്താണ് ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ നമുക്ക് എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്ര വേഗം അത് സംഭവിക്കും എന്ന് കരുതിയുമില്ല. കാരണം കഴിഞ്ഞ ആഴ്ചയിലും അദ്ദേഹം ഹോസ്പിറ്റലുണ്ടായിരുന്നത് ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറിയത്. മലയാള സിനിമയിലെ ഛായാഗ്രഹകരിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു പക്ഷേ ഏറ്റവും ഉന്നതമായ ഒരു ഛായാഗ്രഹ എന്ന നിലയിൽ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ ഉന്നതമായ അവസ്ഥ തന്നെയായിരുന്നു. ഞാൻ സിനിമയിൽ എത്തുന്ന കാലഘട്ടങ്ങളിലായിരുന്നു തൊട്ട് മുമ്പ് കേട്ട ഷാജി സാർ ചെയ്ത സിനിമകളെ അരവിന്ദേട്ടൻ, പ്രത്യേകിച്ചും അരവിന്ദേട്ടൻ്റെ കൂടെയൊക്കെ ചെയ്ത സിനിമകളെ ഒക്കെ നമ്മളെ സിനിമയിൽ എത്തുന്ന കാലഘട്ടത്തിൽ വല്ലാതെ നമ്മളെ ആകർഷിച്ചതാണ്. കുമ്മാട്ടി പോലുള്ള സിനിമകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഛായാഗ്രഹണ മികവൊക്കെ ഞാൻ ആവർത്തിച്ച് തിയേറ്ററിൽ പോയി കുമ്മാട്ടി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഛായാഗ്രഹണം, അതിലെ ഓരോ ദൃശ്യങ്ങളുടെയും മികവ് വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പിന്നീട് അദ്ദേഹം പത്മരായ സാറിൻ്റെ കൂടെയും ജോർജ് സാറിൻ്റെ കൂടെയൊക്കെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്തപ്പോൾ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ ദേശീയ അന്തർദേശീയ തലത്തിൽ ഖ്യാതി ഉണ്ടാക്കിയ പിറവി പോലുള്ള സിനിമകൾ ഒക്കെ ചെയ്ത് ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടിത്തന്ന അപൂർവം സംവിധായകരിൽ ഒരാളായിട്ട് ഷാജി സാറും ഇന്ന് ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്കും അതോടൊപ്പം തന്നെ ഒരു മികച്ച സംഘാടകൻ എന്ന നിലയിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടും കേരളത്തിൽ ചെയർമാനായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുക, ആ രീതിയിലുള്ള സംഭാവനകൾ കൂടി അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിൽ മലയാള സിനിമ വ്യവസായത്തിനും മലയാള സിനിമയുടെ ഒരു 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 മികവുറ്റ ചലച്ചിത്രകാരൻ എന്ന നിലയിലുമൊക്കെയുള്ള നഷ്ടം വലുത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തെ ഞാൻ വളരെ ഖേദപൂർവ്വം അനുസ്മരിക്കുകയാണ്.